ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആരി വർക്കിൽ ബിഗിനേഴ്സ് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളുമായിട്ടാണ്. ഇത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെയ്യാനെടുത്ത സമയത്താണ് ഞാൻ യൂട്യൂബിലൊരു കമൻറ്റ് കാണുന്നത്, എൻഡ് നോട്ട് എങ്ങനെയാണെന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്നാൽ പിന്നെ അതങ്ങ് ചെയ്തേക്കാമെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ചില ഫ്രണ്ട്സ് എൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് ആരി വർക്ക് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നോടുള്ളൊരു സ്നേഹത്തിൻ്റെ പേരിലും വിശ്വാസത്തിൻ്റെ പേരിലും ആയിരിക്കുമല്ലോ അവർ ആ വീഡിയോസ് കണ്ട് പഠിക്കാമെന്ന് വെക്കുന്നത്. അപ്പോഴാണ് ആരി വർക്കിൻ്റെ ഈ നീഡിൽ വാങ്ങിച്ചിട്ട് പണി കിട്ടിയെന്നൊരു ഇത് അവർ പറയുന്നത്. സത്യം പറഞ്ഞാൽ ആദ്യം ഭയങ്കര സങ്കടം തോന്നി. അതിപ്പം നമ്മൾ കാരണം ഒരാൾക്കൊരു ഇത് വന്ന പോലെ ആയല്ലോ. അപ്പോൾ പിന്നീടാണ് ഞാൻ എന്ത് പറ്റി കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പറയുന്നത്, നീഡിൽ വർക്ക് ചെയ്യുന്നില്ല, നീഡിലിൽ എന്താണ് ത്രെഡ് കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കൊടുക്കാൻ പറ്റിയാലും ഒരു സ്റ്റിച്ച് എടുത്തിട്ട് പിന്നീട് ചെയ്യാൻ കഴിയുന്നില്ല, ഭയങ്കര പാടായിട്ട് തോന്നുന്നു എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു നീഡിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ഇടാമെന്ന്. കാരണം ബിഗിനേഴ്സിന് എല്ലാവർക്കും പറ്റുന്നൊരു മിസ്റ്റേക്ക് തന്നെയാണ് ഇത്. എനിക്കും പറ്റിയിട്ടുണ്ട്. ഞാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ മിസ്സിനെ ഇങ്ങനെ വിളിച്ചിരിക്കുമായിരുന്നു. കാരണം എനിക്കിത് പറഞ്ഞു തന്നിട്ട് മിസ്സ് അങ്ങോട്ട് പോയതേ ഉള്ളായിരിക്കും. പക്ഷേ അതുകൊണ്ട് വിളിക്കാനുള്ളൊരു നാണക്കേടൊക്കെ കൊണ്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ച് പഠിച്ചെടുത്തതാണ്. കാരണം വെച്ചാൽ എനിക്കൊരു ഇതുണ്ടായിരുന്നു, എനിക്ക് പെട്ടെന്ന് പഠിക്കണം അങ്ങനത്തെ ഉള്ളൊരു ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം സ്പീഡ് കൂട്ടി പഠിക്കാനും ചെയ്യാനും ഒക്കെ ഞാൻ വില്ലിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മിസ്സിനെ വിളിക്കുന്ന ആ ഒരു ഇത് ഓർത്തിട്ട്, കാരണം ബാക്കിയുള്ള കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ ഞാൻ തന്നെ ഓർത്തു നമുക്ക് തന്നെ നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത് വന്ന സമയത്ത് ഞാൻ എപ്പോഴാണോ ഇത് കിട്ടാത്തത്, എനിക്ക് ത്രെഡ് കിട്ടാത്ത അല്ലെങ്കിൽ നീഡിൽ വർക്ക് ചെയ്യാത്ത സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഞാനിത് നീഡിൽ വർക്ക് ചെയ്യാത്തത് എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മുടെ നീഡിലിൽ 2 സൈഡായിട്ടുണ്ട്. നടുക്കു എന്നുള്ളൊരു പോർഷനിൽ 2 സൈഡായിട്ടുണ്ട്. അപ്പോൾ ആ സൈഡിൽ ടുലിപ്പ് ജപ്പാൻ എന്ന് എഴുതിയിരിക്കുന്ന ആ പോർഷൻ കൊണ്ട് ചെയ്യുമ്പോഴേ ത്രെഡ് വർക്കാവുന്നുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇപ്പുറത്ത് അതിൻ്റെ സൈസ് എഴുതിയിരിക്കുന്ന പോർഷൻ കൊണ്ട് ചെയ്യുമ്പോൾ അത് വർക്കാവുന്നില്ല. അതിൽ നമുക്ക് കിട്ടത്തുമില്ല. ത്രെഡ് എത്ര നിങ്ങൾ കാണിച്ചാലും കോർത്തെടുക്കാൻ പറ്റില്ല. അപ്പം അതാണ് നീഡിൽ യൂസ് ചെയ്ത് പണി കിട്ടിയെന്നൊക്കെ അവർ പറഞ്ഞത്. പക്ഷേ അത് മനസ്സിലാക്കി ചെയ്താൽ നമുക്കൊരിക്കലും പണി കിട്ടില്ല. ഇതാണ് ആരി നീഡിൽ. വേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നീഡിൽസ് ഉണ്ട്. എന്നാലും ബിഗിനേഴ്സിനെ പഠിക്കാൻ ഏറ്റവും നല്ലത് ഈ നീഡിൽ തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബീഡിങ് ഒക്കെ ചെയ്യാൻ കുറച്ചുകൂടെ ഇതായിട്ടുള്ള അയൺ നീഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പയ്യെ പഠിക്കാം. ഇപ്പം ഞാൻ കൂടുതലും ബിഗിനേഴ്സിനെ ശ്രദ്ധിക്കാനാണിപ്പോൾ വിചാരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ യൂട്യൂബ് നോക്കി പഠിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ്. അപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ചെയ്തു കൊടുക്കേണ്ടത് ബിഗിനേഴ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് അവർ പഠിക്കട്ടെ. ഇത് കണ്ടോ, ഈ ഒരു സ്പോട്ടാണ് നമ്മൾ ത്രെഡ് കോർത്ത് കൊടുക്കുന്ന ഭാഗം. ഇത് ടുലിപ്പ് ജപ്പാൻ എഴുതിയിരിക്കുന്നതിൻ്റെ നേരെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ടുലിപ്പ് ജപ്പാൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ചിന് വേണ്ടിയിട്ട് കുത്തിയാൽ ത്രെഡ് നമുക്ക് കോർത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. മറിച്ച് സൈസുള്ള സൈഡിൽ നിന്ന് കുത്തിയാൽ നമുക്ക് ത്രെഡ് കോർത്ത് കൊടുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക. അപ്പോൾ കമൻ്റ് ഇട്ട ആൾക്ക് വേണ്ടിയിട്ടും പിന്നെ ബിഗിനേഴ്സായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് എൻഡ് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ആദ്യം നമ്മളൊരു ലൂപ്പ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ വേറൊരു പുതിയ ലൂപ്പ് എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന പുതിയ ലൂപ്പ്. ഇനി നമ്മളിപ്പോൾ രണ്ടാമതെടുത്ത പുതിയ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ആദ്യത്തെ ലൂപ്പിനെ കൊണ്ടുവരികയാണ് വേണ്ടത്. ആ ലൂപ്പിൽ തന്നെ പിടിക്കുക, അത് വലിക്കുക. നമ്മുടെ താഴെയുള്ള ത്രെഡ് താഴേക്ക് വലിക്കുക. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എൻഡ് നോട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. വേറൊരു രീതിയിൽ കൂടി എൻഡ് നോട്ട് ചെയ്യാറുണ്ട് ഞാൻ, അതുകൂടെ കാണിച്ചു തരാം. ആദ്യം നമ്മളൊരു ലൂപ്പ് എടുക്കുക, അതിനുള്ളിലൂടെ അതിനടുത്ത് തന്നെയായിട്ട് വേറൊരു ലൂപ്പും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിരിക്കണം കേട്ടോ. എന്നിട്ട് ഈ സെക്കൻഡ് എടുത്ത ലൂപ്പ് വലിക്കുമ്പോൾ ഓൾറെഡി ഫസ്റ്റ് എടുത്ത ലൂപ്പ് ചെറുതായിക്കൊണ്ടിരിക്കും.
ശേഷം സെക്കൻഡ് എടുത്ത ലൂപ്പിലൂടെ ആദ്യം എടുത്ത ലൂപ്പ് പുറത്തേക്ക് വലിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.